സുഹൃത്തുക്കളെ, ഏവർക്കും മറുപുറത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് മനുഷ്യരെക്കുറിച്ചാണ്. മനുഷ്യരെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മളെപ്പോഴും മനുഷ്യരെക്കുറിച്ചല്ല സംസാരിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ എത്ര തരമുണ്ടെന്നാണ്. എത്ര തരമെന്ന് വെക്കുമ്പോൾ അത് ജാതി, മതം, നിറം, വർണ്ണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകൾ, പെരുമാറ്റ രീതികൾ എന്നീ കാര്യങ്ങളെ വെച്ച് നമുക്ക് മനുഷ്യരെ നാലായി കണക്കാക്കാം. പൊതുവെ 4 തരത്തിലുള്ള മനുഷ്യരുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതെന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു, അല്ലെങ്കിൽ ഈ ഏറ്റവും താഴെയുള്ള ശ്രേണിയിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലും നിങ്ങളുടെ പെരുമാറ്റ രീതികളിലും മാറ്റങ്ങൾ വരുത്താനും കൂടുതൽ നല്ലൊരു വ്യക്തിയാകാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുമല്ലോ. ഇതിൻ്റെ 2 പാർട്ടായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതുകൊണ്ട് ഒരു പാർട്ടിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ലായിരിക്കും. രണ്ടാമത്തെ ഭാഗവും അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ കാറ്റഗറിയിലേക്ക് വരാം. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 4ാമത്തെ ടൈപ്പ് ആൾക്കാരാണ്. നമ്മൾ എന്തുകൊണ്ട് ഇവരെ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെയുള്ള മനുഷ്യരിൽ ഒരു 50% ആൾക്കാരും ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും. അവരെ നമ്മൾ പറയുന്നത് ബിലോ ആവറേജ് പീപ്പിൾ, അല്ലെങ്കിൽ ശരാശരിയിൽ നിന്ന് താഴെയുള്ള മനുഷ്യർ എന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്കിവരെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഈ ആൾക്കാർ പൊതുവെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്താണ് കാണിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വറീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് അവർ സ്വന്തമായി ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല, സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് വറിയാകാറില്ല. അവരെപ്പോഴും അവനെന്ത് ചെയ്തു, അവളെന്ത് ചെയ്തു, അയാളെന്ത് ചെയ്തു, അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്തരം ആൾക്കാർ പൊതുവെ നെഗറ്റീവായിരിക്കും. ഇവരെ കൊണ്ട് തന്നെ ഒരു ഉപകാരം അവർക്ക് തന്നെ ഉണ്ടാകില്ല, സമൂഹത്തിനും ഇവരെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരവും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. കാരണം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഉറപ്പായും അത് മാറ്റാൻ ശ്രമിക്കുമല്ലോ. അതെങ്ങനെ മാറ്റാമെന്നുള്ളത് വളരെ സിമ്പിളായ കാര്യമാണ്. അടുത്ത 3ാമത്തെ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 3ാമത്തെ കാറ്റഗറി എന്നുള്ളത് ആവറേജ് പീപ്പിളാണ്, അതായത് ശരാശരിയായിട്ടുള്ള ആൾക്കാർ. ഈ ആവറേജ് പീപ്പിൾ എന്താണ് ചെയ്യുന്നത്? അവർ മറ്റുള്ളവരെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അവർ വസ്തുതകളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തികളാണ്. വസ്തുതകൾ എന്ന് പറയുമ്പോൾ ശരി, തെറ്റ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ. അപ്പോൾ ഒരുപക്ഷെ അവർ കുറച്ചും കൂടെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യമായി ചെയ്യാൻ ശ്രമിക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അടുത്ത 2 പാർട്ടിനെ